എല്ലാവർക്കും Exertz360 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേസിക് ഇലക്ട്രിക്കലിലെ സോഴ്സസിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ്, കൺവേർഷൻ ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇൻടു കറണ്ട് സോഴ്സ്, അതേപോലെ കറണ്ട് സോഴ്സ് ഇൻടു വോൾട്ടേജ് സോഴ്സ്, അതേപോലെ സിംപ്ലിഫിക്കേഷൻസ്, അതായത് വോൾട്ടേജ് സോഴ്സിൽ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, ഒന്നോ രണ്ടോ വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സിലെല്ലാം കൂടി ക്ലബ് ചെയ്ത് ഒരു സർക്യൂട്ടിൽ വരുമ്പോൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി S3 നെറ്റ്വർക്ക് അനാലിസിസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ തെവനിയൻസ് തിയറം, നോർട്ടൺസ് തിയറം അതെല്ലാം പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ ഹൗ ടു സിംപ്ലിഫൈ ഇറ്റ്. നമുക്ക് തരുന്ന സർക്യൂട്ട്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ തന്നെ നമുക്ക് തരുന്ന സർക്യൂട്ട്സ് എല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു പോർഷൻ സിംപ്ലിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് നോക്കി പഠിച്ചിരിക്കണം. ഓക്കെ, സോ ആദ്യമേ നമുക്ക് വിൽ ഗോ ഫോർ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, വോൾട്ടേജ് സോഴ്സ്. നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് വരയ്ക്കാം. ഐ വിൽ ബി ഡ്രോയിങ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഏതായിരിക്കും? പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും വരയ്ക്കുന്നത്. സോ ഐ പുട്ട് ദ വോൾട്ടേജ് വി ആൻഡ് ഇത് R ഇടാം. സോ ഇതാണ് ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, വിച്ച് ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദസ് ബാറ്ററി. ഈ ബാറ്ററിയുടെ ഈ ഒരു വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഈ R എന്ന് എഴുതുക, വിച്ച് ഈസ് ഓഫ് എ വെരി ലോ വാല്യൂ. ഒരു ലോ വാല്യൂ ആണ്, വളരെ ലോ വാല്യൂ റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ ആയില്ലേ? So, എന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ്? In a voltage source, what is a practical voltage source? The internal resistance of the battery is connected in series to the source, which is of a low value. Okay, ഇതാണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഇനി ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ R-ന്റെ വാല്യൂ ചെറുതാക്കി we can put R is equal to 0 എന്ന് എഴുതാം. സോ R is equal to 0 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ആദ്യത്തെ ആ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. I have explained what is short circuit and open circuit. Short circuit ആണെങ്കിൽ R is equal to 0. R is equal to 0 ആണ്. R is equal to 0. So this is what we call it as an ideal voltage source. Ideal voltage source. Okay, this is practical voltage source. So ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്, എന്താണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇഫ് ദ ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ് ഈസ് ടേക്കൺ ആസ് 0, then we call it as an ideal voltage source. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് രണ്ടും വരച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കിക്കോളാം. Now we'll go for current source. So നമുക്ക് current source വരയ്ക്കാം. So I'll draw a current source. So this is a current source. ഒരു കറണ്ട് I മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം, വിച്ച് ഈസ് കോൾഡ് ആസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ് R, വിച്ച് ഈസ് ഓഫ് എ ഹൈ വാല്യൂ. കാരണം ഈ വരുന്ന കറണ്ട് എല്ലാം ഇങ്ങ് പോകണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിൽ കൂടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. സോ നാച്ചുറലി ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് വളരെ ലോ വാല്യൂ ആയിരിക്കും. ബാക്കിയുള്ള കറണ്ട് എല്ലാം അങ്ങോട്ട് പൊക്കോളും. ദിസ് ക്യാൻ ബി നെഗ്ലിജിബിൾ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ എ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ്? ഇൻ എ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ്, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ഓർ ഇൻ ഷണ്ട് with the source which is of a high value. ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിലേക്ക് നമുക്ക് നീങ്ങാം. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ R-ന്റെ വാല്യൂ കൂട്ടി ഇറ്റ് ഗോസ് ഫോർ ഇൻഫിനിറ്റി. R is equal to infinity. R is equal to infinity ആണെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, R is equal to infinity ആണെങ്കിൽ അതെന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട് അല്ലേ? സോ നമുക്കൊരു ഐഡിയൽ കറണ്ട് സോഴ്സിലേക്ക് നീങ്ങാം. So this is an ideal current source. R is equal to infinity, and this is an ideal current source. So ideal current source, what do you mean by an ideal current source? The internal resistance, which was of a high value,
that has come to infinity. അല്ലേ? അപ്പോൾ എന്താണ് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞോളൂ. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞോളൂ. വാട്ട് യു മീൻ ബൈ എ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിൽ എന്ത് ഇഫ് ദ ഇന്റേണൽ, നമുക്ക് ആദ്യം നമ്മൾ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്താ പറയുന്നത്, ഇഫ് the internal resistance of the battery, in a practical current source, the internal resistance of the source, which is of a high value, is connected in parallel to the source. Next paragraph, if this internal resistance is equal to infinity, then we call it as an ideal current source. അപ്പോൾ നമ്മൾ നോക്കിയ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചു, അതിൽ നിന്ന് ഐഡിയൽ കറണ്ട് സോഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതേപോലെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ പറയുക. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാൻ നമുക്ക്, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് മീൻസ് ഇഫ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ battery is connected in series to the source which is of a low value, and if the internal resistance is equal to 0, then we call it as an ideal voltage source. Okay, clear? So now നമുക്ക് കൺവേർഷൻ ഓഫ് സോഴ്സസിലേക്ക്, വോൾട്ടേജ് സോഴ്സ് ടു കറണ്ട് സോഴ്സ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ കറണ്ട് സോഴ്സ് ടു വോൾട്ടേജ് സോഴ്സ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. സോ ലെറ്റ് us draw a voltage source, പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. സോ ഇതെന്താണ്, ഒരു വോൾട്ടേജ് സോഴ്സ് ഞാൻ വരച്ചു. This is R. ഞാൻ ഇതിനെ കറണ്ട് സോഴ്സ് ആക്കി മാറ്റാൻ പോവുകയാണ്. സോ ലെറ്റ് us convert to current source. കറണ്ട് സോഴ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അറിയാം the internal resistance has to be connected in parallel. ഇവിടെ പോസിറ്റീവ് കിടക്കുന്ന എവിടെയാണെന്ന് നോക്കുക. കറണ്ട് ആകുമ്പോൾ കറണ്ട് ഡയറക്ഷൻ വേണം. ഇറ്റ് വിൽ ബി മാർക്ക് ബൈ ആൻ ആരോ, അല്ലേ? അപ്പോൾ ആരോയുടെ ടിപ്പ് ഉണ്ട്. വേർ ഷുഡ് ഐ മാർക്ക് ദ ആരോ ടിപ്പ് എന്നുള്ള കാര്യം നോക്കാം. പോസിറ്റീവ് എവിടെയാണ്? മേളിലാണ്. സോ പോസിറ്റീവ് മേളിൽ ആയതുകൊണ്ട് ദ ആരോ ടിപ്പ് വിൽ ബി ടു ദ ടോപ്പ്. കേട്ടോ, പോസിറ്റീവ് നെഗറ്റീവ്. ഇതിപ്പോ ഇവിടെ ഈ സപ്പോസ് ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ദിസ്, ഇതിവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആയിരുന്നിരിക്കട്ടെ. ദെൻ എങ്ങനെയായിരിക്കും ആരോയുടെ ടിപ്പ് എന്ന് പറയുന്നത്? നോക്ക്, പോസിറ്റീവ് താഴെയാണ്. സോ ആരോയുടെ ടിപ്പ് അവിടെ വരണം? താഴെ വരണം. കേട്ടോ, ദിസ് വിൽ ബി ദ ഡയറക്ഷൻസ് മാർക്ക്ഡ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. റെസിസ്റ്റർ ഇറ്റ് ഇവിടെയും ആ പ്രശ്നങ്ങളൊന്നുമില്ല. ദർ ഇസ് നോ പ്രോബ്ലം. നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ് ആവണ്ട. ഇവിടെ റെസിസ്റ്റർ ഇവിടെ റെസിസ്റ്റർ അങ്ങനെയൊന്നും പ്രോബ്ലംസ് ഇല്ല. ലെറ്റ് ഇറ്റ് ബി ദർ ഇറ്റ്സെൽഫ്. റെസിസ്റ്റർ അവിടെ തന്നെ ഇരുന്നോട്ടെ. ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ അതിനകത്ത് ഇവിടെ I is equal to the value of the current I is equal to V divided by R. V divided by R. ഈ R ഇവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊള്ളുക. ക്ലിയർ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സപ്പോസ് നമുക്കത് ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ, സപ്പോസ് യു ഹാവ് ഒരു 10 volt ബാറ്ററി and the internal resistance of the battery is something of 2 ohm. 2 ohm ഒന്നും വരില്ല, സംതിങ് 0.2 സംതിങ് ആയി വരത്തുള്ളൂ. സോ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഫോർ എൻ എക്സാമ്പിൾ 2 ohm. അങ്ങനെയാണെങ്കിൽ ഞാൻ കറണ്ട് സോഴ്സിലേക്ക് മാറ്റുകയാണ്. കറണ്ട് സോഴ്സിലേക്ക് മാറ്റുമ്പോൾ ആ 2 തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക, 2 ohm തന്നെ ഇട്ട് കൊടുക്കുക. ആൻഡ് ഇവിടെ നോക്കുക, പോസിറ്റീവ് മേളിലാണ്. സോ ആരോടെ ടിപ്പ് എവിടെയായിരിക്കും? മേളിലേക്കായിരിക്കണം മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് 10 divided by 2 which is equal to 5 amps. 10 divided by 2 which is equal to 5 amps. ക്ലിയർ ആയല്ലോ? കറണ്ട് സോഴ്സിന്റെ കൺവേർഷൻ ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇനി നമുക്ക് തല തിരിച്ചുള്ള കൺവേർഷനിലേക്ക് വരാം. ദാറ്റ് ഈസ് കറണ്ട് സോഴ്സ് തന്നു കഴിഞ്ഞിട്ട് വോൾട്ടേജ് സോഴ്സ് എങ്ങനെ ആക്കാം എന്നുള്ള ഇതിലേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണിത്. സിമ്പിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഒരു കറണ്ട് സോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ കറണ്ട് സോഴ്സ്. R is very high value, I, and this is R എന്ന് ഇരിക്കട്ടെ, ഹൈ വാല്യൂ റെസിസ്റ്റർ. ഞാൻ വോൾട്ടേജ് സോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. വോൾട്ടേജ് സോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. വോൾട്ടേജ് സോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റർ R എന്ന് പറയുന്ന ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് ആണ്.
ആരോയുടെ ടിപ്പ് എവിടെയാണ് കിടക്കുന്നത് നോക്കുക. ദാറ്റ് പാർട്ട് പുട്ട് ഇറ്റ് ആസ് പോസിറ്റീവ്. ആരോയുടെ ടിപ്പ് മേളിലാണ്. സോ ദാറ്റ് വിൽ ഹാവ് ടു പുട്ട് ഇറ്റ് ആസ് പോസിറ്റീവ് ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ആൻഡ് അവിടുത്തെ വോൾട്ടേജ് എഴുതുക V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. അടുത്ത നമുക്ക് ഒരു പ്രോബ്ലം, സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു 2 amps കറണ്ട്. സോ ലെറ്റ് us convert it. കൺവേർട്ട് ചെയ്തു. ടെൻ ഓം ആരോ ടിപ്പ് താഴത്തേക്കാണ്. സോ പോസിറ്റീവ് വിൽ ബി ഡൗൺ, നെഗറ്റീവ്, ആൻഡ് V is equal to I into R. 10 into 2 that is equal to 20 volt. 10 into 2 that is equal to 20 volt. Rest of the it is one and the same. There is no problem in it. Clear ayallo conversion of sources. ഇനി എന്ത് നമ്മൾ സർക്യൂട്ടിൽ എങ്ങനെ നമ്മൾ സിംപ്ലിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യമായിരിക്കണം നമ്മൾ അടുത്തത് നോക്കുന്നത്. ഓക്കെ, നോക്കാം ഈ സർക്യൂട്ട്സിൽ ഇപ്പോൾ വോൾട്ടേജ് സോഴ്സിലാണുള്ളത്. എങ്ങനെയാണ് ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കി, ഈ ഒരു സോഴ്സും ഈ ഒരു വോൾട്ടേജ് സോഴ്സ്, ദിസ് കംപ്ലീറ്റ് ഇസ് വൺ സോഴ്സ് ആൻഡ് ദിസ് കംപ്ലീറ്റ് ഇസ് അനദർ സോഴ്സ്. ഇതിനെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ആക്കി മാറ്റണം. സിംപ്ലിഫിക്കേഷൻ ആക്കി മാറ്റുമ്പോൾ സോഴ്സിൽ ഇങ്ങനെ വോൾട്ടേജ് സോഴ്സിൽ പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് എളുപ്പം അതിനെ സീരീസ് ആയിട്ട് മാറ്റുക. ബട്ട് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ടു എ കറണ്ട് സോഴ്സ്. ഓക്കെ, കറണ്ട് സോഴ്സ് ആക്കി മാറ്റുന്ന രൂപത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സിലാണ് കണക്ട് ചെയ്തത്. വോൾട്ടേജ് സോഴ്സിലെല്ലാം ഇവിടെ എന്തായിട്ട് കിടക്കുന്നത്, പാരലായിട്ടാണ് കിടക്കുന്നത്. വോൾട്ടേജ് സോഴ്സിൽ പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ എപ്പോഴും ആ ബ്ലോക്കുകൾ നമ്മൾ കറണ്ട് ആയിട്ട് മാറ്റുകയാണ് നല്ലത്. നാച്ചുറലി V1 ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, R1 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് V1 ഡിവൈഡഡ് ബൈ R1 ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് കിട്ടും. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2 ഉണ്ടെന്ന് വിചാരിക്കുക. R2 ഉണ്ടെങ്കിൽ ഇവിടെ V2 ഡിവൈഡഡ് ബൈ R2 ചെയ്യുമ്പോൾ ഇവിടെ I2 എന്ന് പറയുന്ന കറണ്ട് കിട്ടും. ഇവിടെ R3 എന്ന് പറയുന്ന ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഇരിക്കുക. അങ്ങനെ V3 ഡിവൈഡഡ് ബൈ R3 എന്ന് പറയുമ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ട് കിട്ടും. സോ ഇതിൽ കൂടെ ഉള്ള കറണ്ട് കിട്ടും, ഇതിൽ കൂടെ ഉള്ളത് നമുക്ക് റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ അതിനെല്ലാം നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു എന്തിലേക്ക് മാറ്റണം, കറണ്ട് സോഴ്സിലേക്ക് മാറ്റണം. കറണ്ട് സോഴ്സിൽ ഇവിടെ പോസിറ്റീവ് എന്ന് പറയുന്ന പൊക്കത്തേക്കാണ്. സോ ദ ആരോയുടെ ടിപ്പ് എങ്ങോട്ടിരിക്കും, മേളിലേക്ക് ഇരിക്കും. ആൻഡ് V1 ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയ R1 കൊടുക്കുമ്പോൾ ലെറ്റ് ദാറ്റ് ബി ഈക്വൽ ടു I1 എന്ന് എഴുതാം. അടുത്ത് ഇവിടെ ഇതേപോലെ തന്നെ V2 ഉണ്ട്. അത് കറണ്ട് സോഴ്സ് ആക്കി ഞാൻ മാറ്റി. കറണ്ട് സോഴ്സ് ആക്കി മാറ്റുമ്പോൾ ആരോയുടെ ടിപ്പ് താഴെയാണ്. സോ ആരോയുടെ പോസിറ്റീവ് താഴെയാണ്. സോ ആരോയുടെ ടിപ്പ് അവിടെ വരും, താഴെ വരും. ആൻഡ് V2 ഡിവൈഡഡ് ബൈ ദ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് ഇട്ട് കൊടുക്കാം, I2 എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ V3 ഡിവൈഡഡ് ബൈ R3 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. V3 ഡിവൈഡഡ് ബൈ R3 എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് ആരോയുടെ ടിപ്പ് മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം, I3 എന്ന് എഴുതി കൊടുക്കാം. വേർ V3 ഡിവൈഡഡ് ബൈ R3 ഈസ് ഈക്വൽ ടു I3. ഇപ്പോൾ നോക്കിയാൽ നമുക്കിത് കൂട്ടാൻ എളുപ്പമാണ്. ഓക്കെ, കൂട്ടാൻ എളുപ്പമാണ്. സപ്പോസ് ഞാൻ സൈൻ കൺവെൻഷൻ എടുക്കുമ്പോൾ പൊക്കത്തേക്കുള്ളതെല്ലാം പോസിറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് I1 മൈനസ് I2 പ്ലസ് I3 എന്ന് എഴുതി ഒറ്റ സോഴ്സ് ആക്കി എനിക്ക് മാർക്ക് ചെയ്യാം. ദിസ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ആൻഡ് റിട്ടൺ ആസ് സംതിങ് ലൈക്ക് ദിസ്. പൊക്കത്തേക്കാണ് ഞാൻ ഡയറക്ഷൻ എടുത്തത്. സോ പൊക്കത്തേക്കുള്ളതെല്ലാം പോസിറ്റീവ് ആണ്. സോ I1 പ്ലസ് I2 മൈനസ് I2 ഡയറക്ഷൻ താഴത്തേക്കാണ്, പ്ലസ് I3 ആൻഡ് ഐ ക്യാൻ പുട്ട് ദിസ് ആസ് I എന്ന് എഴുതി. നിങ്ങൾ ഇങ്ങനെ ആരോ മാർക്ക് ചെയ്യണമെന്നില്ല. യു ക്യാൻ ഇഫ് യു വാണ്ട് യു ക്യാൻ പുട്ട് ഇറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഇടാം, താഴത്തേക്ക് ഇടാം. താഴത്തേക്ക് ഇടുമ്പോൾ എന്തായിരിക്കും ഞാൻ എഴുതുന്നത്, I is equal to I1 എന്ന് പറയുന്നത് പൊക്കത്തേക്കാണ്, പക്ഷെ ഇവിടെ താഴത്തേക്കാണ്. സോ ഇറ്റ് ഇസ് മൈനസ് I1, I2 പ്ലസ് I2, I3 പൊക്കത്തേക്കാണ്. സോ മൈനസ് I3. ഓക്കെ, സോ ഈ മെത്തേഡ് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. സൈൻ ഫംഗ്ഷൻ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്കത് സൈൻ നമുക്ക് ഇട്ട് കൊടുത്ത് അതിനെ ആസ്പദമാക്കി നമുക്ക് ഇക്വേഷൻ. സോ അപ്പോൾ വോൾട്ടേജ് സോഴ്സിൽ ഇങ്ങനെ പാരലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നാച്ചുറലി എന്തായിട്ട് ചെയ്യുന്നതിനെ കറണ്ട് ആക്കി മാറ്റിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഒറ്റ സോഴ്സ് ആക്കി ഞാൻ റീപ്ലേസ് ചെയ്യും.
ക്ലിയർ ആയല്ലോ? ഇതേപോലെ തന്നെ കറണ്ടിന്റെ ഇതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ നോക്കിയേ, വോൾട്ടേജുകൾ സീരീസ് ആയിട്ട് കിടക്കുകയാണ്. വോൾട്ടേജ് സീരീസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നും മാറ്റമൊന്നും വേണ്ട, കറണ്ട് സോഴ്സിലേക്കാക്കി മാറ്റുകയൊന്നും വേണ്ട. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. നോക്കുക, ഞാൻ ഇവിടെ പോസിറ്റീവും മേളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവ് ആണ് എടുക്കുന്നതിരിക്കട്ടെ. മേളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ് ആണെങ്കിൽ മേളിൽ പോസിറ്റീവ് ആയിട്ടുള്ള വോൾട്ടേജുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് എടുക്കുക, മറ്റേതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കുക. നോക്കുക, ഇത് V1, പൊളാരിറ്റി സെയിം, സോ V1. ഓക്കെ, തല തിരിച്ചാണ് കിടക്കുന്നത്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തല തിരിച്ചാണ്. സോ ഇറ്റ് വിൽ ബി -V2 പ്ലസ് V3. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു V എന്ന് എഴുതാം. പോസിറ്റീവ് V ആണെങ്കിൽ ഇങ്ങനെ തന്നെ സൈൻ ഇട്ട് കൊടുക്കാം. ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇട്ടാണെങ്കിൽ ഇതിന്റെ തല തിരിച്ച് ഇട്ട് കൊടുക്കാം. -V എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഇടാം, ഇവിടെ പോസിറ്റീവ് ഇട്ടിട്ട് ചെയ്താൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പൊ വോൾട്ടേജിന്റെ കൺവേർഷൻ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കുക? കറണ്ട് സോഴ്സ് ആക്കി മാറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വോൾട്ടേജ് ആക്കി മാറ്റാം. ഓക്കെ, ഇത് സീരീസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കറണ്ട് ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കറണ്ടിന്റെ കാര്യം നോക്കാം. നമുക്ക് കറണ്ട് സോഴ്സുകളാണ് വരുന്നത്. കറണ്ട് സോഴ്സ് സീരീസ് ആയിട്ടും പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്തു പോകാമെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കേ, കറണ്ട് സോഴ്സുകളാണ് കിടക്കുന്നതെല്ലാം സീരീസ് ആയിട്ടാണ് കിടക്കുന്നത്. കറണ്ട് സോഴ്സിൽ സീരീസ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പാടാണ്, ഇങ്ങനെ ഒരുമിച്ചിട്ട് ആഡ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഓരോന്നിനെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റി കൊടുക്കാം. സോ ഇതിനെ വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റാൻ അറിയാലോ. I1 × R1 ആയ വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റാം. I1 × R1 എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റാം. ലെറ്റ് ദാറ്റ് ബി ഈക്വൽ ടു V1. V1 ഈസ് ഈക്വൽ ടു I1 × R1. ആരോടെ ടിപ്പ് മേളിലാണ്. സോ പോസിറ്റീവ് എവിടെ ഇടണം? മേളിൽ ഇടണം, താഴെ നെഗറ്റീവ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, യു ക്യാൻ പുട്ട് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1. അടുത്തത് ഇതിന്റെ അതേപോലെ ചെയ്യാം. I2 × R2. I2 × R2. R2 ആദ്യമേ അങ്ങ് എഴുതാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് താഴെ മറക്കാനും കുഴപ്പമൊന്നുമില്ല. സോ I2 × R2 എന്ന് പറയുന്ന V2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ആരോടെ ടിപ്പ് ഉള്ളത് താഴെയാണ്. സോ താഴെയായിരിക്കും പോസിറ്റീവ്, മറ്റേത് മേളിലുള്ളതായിരിക്കും നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി I3 × R3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. I3 × R3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. സോ R3 മാർക്ക് ചെയ്തു. ആരോ ടിപ്പ് മേളിലാണ്. സോ അവിടെ നമുക്ക് പോസിറ്റീവ് ഇടാം, താഴെ നമുക്ക് നെഗറ്റീവ് ഇടാം. ആൻഡ് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് V3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാൻ അറിയാലോ. ആഡ് ചെയ്യാൻ എന്താണ്? V1 -V2 പ്ലസ് V3. എങ്ങനെ? സൈൻ കൺവെൻഷൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സോ V is equal to V1 -V2 പ്ലസ് V3. റെസിസ്റ്റൻസ് എല്ലാം കൂടി ആഡ് ചെയ്യാം അല്ലേ? R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് ആഡ് ചെയ്ത് ഓക്കെ, യു ക്യാൻ ഹാവ് എ സിംഗിൾ വോൾട്ടേജ്. ഇനിയിപ്പോൾ കറണ്ട് സോഴ്സ് ആക്കണമെങ്കിൽ യു ക്യാൻ ചേഞ്ച് ഇൻ ടു കറണ്ട് സോഴ്സ്, ഡയറക്റ്റ് കൺവേർഷൻ അല്ലേ? കറണ്ട് സോഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി കറണ്ട് സോഴ്സിൽ പാരലായിട്ട് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കറണ്ട് സോഴ്സ് പാരലായിട്ട് വരികയാണെങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ല, നേരത്തെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഇല്ലേ? കറണ്ട് സോഴ്സ് പാരലായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ചെയ്തത്? ആഡ് ചെയ്ത് കൊടുക്കാം. യാതൊരു മാറ്റങ്ങളും വരുത്തേണ്ട കാര്യങ്ങൾ നമുക്ക് അവിടെ ഇല്ല. സോ യു ഹാവ് എ കറണ്ട് സോഴ്സ് പാരലായിട്ടാണ് കിടക്കുന്നത്. സോ R1, അടുത്തൊരു കറണ്ട് സോഴ്സ് കിടക്കുന്നുണ്ട്. R2. ഇത് നമുക്ക് ഇവിടെ I1 എന്ന് ഇടാം, ഇത് നമുക്ക് I2. സോ അഡീഷൻ നമുക്ക് ഒറ്റ കറണ്ട് സോഴ്സ് ആക്കി ഇട്ട് കൊടുക്കാം. മേളിലേക്കാണ് രണ്ടും. സോ I1 പ്ലസ് I2 എന്ന് എഴുതി കൊടുക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്ക്, R1 ഉം R2 പാരലാണ്. സോ ഇറ്റ് ഈസ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പാരലൽ സർക്യൂട്ട് അല്ലേ? സോ ദിസ് വിൽ ബി ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. കറണ്ട് സോഴ്സ് ആക്കി മാറ്റി. ഇനി നമുക്ക് വോൾട്ടേജ് ആക്കണമെങ്കിൽ വോൾട്ടേജ് ആക്കി മാറ്റാം. യു നോ ഹൗ ടു ഡു ഇറ്റ്. വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യുക? ഡയറക്റ്റ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യമത്തെ ഫസ്റ്റ് കൺവേർഷൻ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ചെയ്ത് പോയിരിക്കുന്നത്. അതേ കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്? ഇതിനെ വോൾട്ടേജ് സോഴ്സ് ആക്കാൻ ദിസ് ഇസ് R എഫക്റ്റീവ് എന്നിരിക്കട്ടെ, ദിസ് ഇസ് R എഫക്റ്റീവ് എന്നിരിക്കട്ടെ, ദിസ് ഇസ് I എന്നിരിക്കട്ടെ അല്ലേ? സോ ദിസ് വിൽ ബി R effective value which is equal to R1 R2 divided by R1 plus R2.
ഐയുടെ വാല്യൂ ആണ് അവിടെ ഉള്ളത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു എന്തായിരിക്കും ആർ എഫക്റ്റീവ് ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു ബി. And this will be the voltage over there. ആരോ ടിപ്പ് മേളിലാണ്. സോ പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇപ്പോൾ വോൾട്ടേജ് കറണ്ട് കൺവേർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചത് എന്തൊക്കെ പഠിപ്പിച്ചു? പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്താണ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്താണ്, കറണ്ട് സോഴ്സ് എന്താണ്, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്താണ്, ഐഡിയൽ കറണ്ട് സോഴ്സ് എന്താണ്, conversion of voltage source into current source, then simplification of the voltage and current sources, simplification of voltage and current sources. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മെഷ് അനാലിസിസും നോഡ് അനാലിസിസും ചെയ്യുമ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യും. സോ അപ്പോൾ നമുക്ക് ഈ മെഷ് അനാലിസിസ് നോഡ് അനാലിസിസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പൊ നെറ്റ്വർക്ക് അനാലിസിസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ they will be having theorems, നെറ്റ്വർക്ക് തിയറംസ് ഉണ്ട്. തെവനിയൻസ് തിയറം, നോർട്ടൺസ് തിയറം, സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം, ഇങ്ങനെയുള്ള കുറേ തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ഇങ്ങനെ കുറേ തിയറംസ് ഉണ്ട്. ആ തിയറംസ് എല്ലാം സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് ഫോർ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ സർക്യൂട്ട്സ്. ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷന് അത്രയ്ക്ക് ഞാനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. വോൾട്ടേജ് ടു കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരു വോൾട്ടേജ് കറണ്ട് സോഴ്സ് കൺവേർഷൻ, കറണ്ട് സോഴ്സ് ടു വോൾട്ടേജ് സോഴ്സ് കൺവേർഷൻ മാത്രമല്ല സർക്യൂട്ട് സിംപ്ലിഫിക്കേഷൻ ഇത് വളരെ നമുക്ക് ഉപകാരം ചെയ്യുന്നതാണ്. ഓക്കെ.